السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇന്ന് ഖുത്ബയിലെ ശീർഷകം അന്ത്യമില്ലാത്ത അന്ത്യപ്രവാചകൻ എന്നതായിരുന്നു. മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായി കിടക്കുന്ന ഒരു മുത്തനബിയുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മക്കയിൽ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഹബീബ നബിയുണ്ട്, മദീനയിൽ വഫാത്തായതിനു ശേഷമുള്ളൊരു നബിയുണ്ട്. അപ്പോഴേ അന്ത്യമില്ലാത്ത അന്ത്യപ്രവാചകൻ എന്ന വിഷയം സ്ഥിരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പാടുന്നതും പറയുന്നതും പ്രകീർത്തിക്കുന്നതും പരാമർശിക്കുന്നതും പ്രശംസിക്കുന്നതുമൊക്കെ മക്കയിൽ ഉദിച്ച് മദീനയിൽ മറമാടപ്പെട്ട തിരുനബിയെക്കുറിച്ചാണ്. പക്ഷെ മക്കയിൽ വരുന്നതിന് മുമ്പ് ഒരു നബിയുണ്ട്, മദീനയിൽ കിടക്കുന്നതിന് ശേഷം ഒരു നബിയുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കുന്തു അവ്വലൽ അംബിയായ ഖൽഖൻ വആഖിറഹും ബഅഥ. അമ്പിയാക്കളിൽ ആദ്യമായി സൃഷ്ടിപ്പ് നടന്നത് എന്നിലാണ്, ആദ്യം സൃഷ്ടിക്കപ്പെട്ട ഞാനാണ്. വആഖിറഹും ബഅഥ. അമ്പിയാക്കളിൽ ലാസ്റ്റ് രംഗപ്രവേശനം ചെയ്തത് ഞാനാണ്. അപ്പൊ സൃഷ്ടിപ്പ് ആദ്യം തിരുനബിക്കാണ്, വന്നത് ലാസ്റ്റ് മുത്തനബിയാണ്. ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖദർ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോഴേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന വാക്ക് സാധുവാവുകയുള്ളൂ. കാരണം ആലമീൻ റഹ്മത്താണെങ്കിൽ ആലമീന് വരുന്നതിന് മുമ്പ് ഉണ്ടാവണം. അപ്പൊ ആദ്യത്തെ സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ഇനി റസൂലുള്ളാഹിന്റെ സ്ഥാനോ അത് അളക്കാൻ ആരെടുത്തും അളവ് പോലില്ല. അളക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ട് പൊട്ടിപ്പാളീസായിട്ടുണ്ട്. അവരവരുടെ ആയുധം താഴെ വെച്ച് ഈ മക്കാമിന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ട്. ആർക്കും റസൂലുള്ളാഹിന്റെ ഔന്നത്യത്തിന്റെ മഹാത്മ്യം അളക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഓരോ സെക്കൻഡിലും സമുന്നത സ്ഥാനത്തേക്ക് കുതിച്ചു ചാടുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് വെച്ചാൽ വെടുപ്പായ കൽബിൽ നിറയെ ഹുബ്ബുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. എല്ലായിടത്തും റസൂൽ ഇരിക്കൂല. കാരണം ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒന്നും വേസ്റ്റ് ഇല്ല. ഈച്ചന്റെ ബസ് സ്റ്റോപ്പ് എല്ലാവർക്കും അറിയാം. ഈച്ചയുടെ തറവാട് വേസ്റ്റ് കൊട്ടകളാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ അത്ര പൂശിയ സ്ഥലത്തൊന്നും ഈച്ച ഉണ്ടാവില്ല. രക്തം ചിലൊക്കെ തുടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും ഈച്ച പോവില്ല. ഈച്ച അതാണ് സാധനം. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുസ്തഫ നബിയുടെ ശരീരത്തിൽ ഈ ഈച്ച ഇരുന്നിട്ടില്ല. എന്തുകൊണ്ട്? എ ടു സെഡ് വരെ അടിമുടി പൂർണ്ണമായി സുഗന്ധമാണ്, പ്രഭാമയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തായ മുസ്തഫ കോട്ടുവായിട്ടിട്ടില്ല. ഏറ്റവും വലിയ പ്രത്യേകത ഈ കോട്ടുവ എന്നുള്ള ക്ഷീണം കൊണ്ട് വരുന്നതാണ്, ഉന്മേഷക്കുറവ് കൊണ്ട് വരുന്നതാണ്, വിഷാദ രോഗം കൊണ്ട് വരുന്നതാണ്, ഉറക്കം സമയത്ത് നടക്കാത്തോണ്ട് വരുന്നതാണ്. അതിലേറെ കോട്ടുവായിൽ പൈശാചികമായ ഒരു ടച്ച് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിശാചിന്റെ ഒരു സ്വാധീനവുമില്ല. ജീവിതത്തിൽ വർക്ക് തടസ്സമാകുന്ന ഒരു ക്ഷീണവുമില്ല, ഉന്മേഷത്തിനൊട്ടും കുറവില്ല. പക്ഷെ അതിനിടയിൽ ഉമ്മത്തിനോർത്ത് ഹൃദയം തപിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിനെ മുമ്പിലേക്ക് കണ്ണുന്നുള്ള പോലെ, മുമ്പിലേക്ക് കാഴ്ചയുള്ളത് പോലെ, കണ്ണ് തുറക്കുന്നത് പോലെ, ആളെ അറിയുന്നത് പോലെ, വസ്തുക്കളെ തിരിച്ചറിയുന്നത് പോലെ പിറകിലുള്ള ആളുകളെയും അറിഞ്ഞിരുന്നു നബിയുനാ റസൂലുള്ളാഹി. പിറകിലുള്ള ആളുകളുടെ ഫിസിക്കൽ ബോഡി മാത്രമല്ല അറിയാം. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള തഖ്വ പോലും കൃത്യമായി ഞാൻ അറിയുന്നുണ്ട്, പോരാ കാണുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഖ്വയുടെ കേന്ദ്രം കയ്യും കാലല്ലല്ലോ. അത്തഖ്വ ഹാവുന മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ആന്തരിക സ്വത്തായ തഖ്വയുടെ അളവ് കൃത്യമായി അറിഞ്ഞിരുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ചിന്തിക്കണേ. ഒരു സ്ഥലത്ത് മുത്തായ മുസ്തഫ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഈ ചുമലാണ് ഏറ്റവും വലുതായി കാണുക. റസൂലുള്ളാഹിന്റെ ചുമലിന്റെ മേലെ മറ്റൊരാളുടെയും ചുമല് വരാറില്ല. ഇരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിനെക്കാളും
വെയിറ്റുള്ള ആളുകളുണ്ട്, ഹൈറ്റുള്ള ആളുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ചുമല് റസൂലുള്ളാഹിന്റെ ചുമലിന്റെ താഴെയാണ്. അതിന്റെ മുകളിൽ ഒരാളുടെയും ചുമല് വരാറില്ല. കാരണം കാണുന്നവർക്ക് തന്നെ സദസ്സിൽ ഉയരത്തിലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. പോരാ, മുത്തായ മുസ്തഫാക്ക് ശരീരത്തിന് നിഴലില്ല. സൂര്യൻ ഉദിച്ചാൽ രശ്മി തട്ടിയിട്ട് നിഴല് വരണമെങ്കിൽ ഈ തട്ടുന്ന സാധനത്തിന് സൂര്യന്റെ താഴെയാവണം ലൈറ്റ്. സൂര്യനേക്കാൾ പ്രകാശമുള്ള, സൂര്യനേക്കാൾ തിളങ്ങുന്ന, സൂര്യനേക്കാൾ പവറുള്ള ഒരു സാധനം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിലേക്ക് സൂര്യ ഉദിച്ചിട്ട് രശ്മി തട്ടിയാൽ അതിന് നിഴലുണ്ടാവില്ല. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇതിനെ വീക്ഷിച്ചുകൊണ്ട് വിശദീകരിക്കാവുന്നതാണ്. മുത്തു മുസ്തഫ ഈ എല്ലാ പ്രകാശത്തിന്റെയും അസ്തിത്വ സ്രോതസ്സാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പോരാ, പ്രകാശത്തിന്റെ പ്രളയമാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ ക്വാളിറ്റിയുള്ള ഈ പ്രഭയില്ലേ, ലൈറ്റില്ലേ, നൂറില്ലേ, അതിലേക്ക് ശംസിന്റെ നൂറുദിച്ചാൽ, ശംസിന്റെ രശ്മി തട്ടിയാൽ നിഴലില്ല. കാരണം ശംസിന്റെ രശ്മിയേക്കാൾ പവറുള്ള, ക്വാളിറ്റിയുള്ള, തിളക്കമുള്ള, ഭംഗിയുള്ള ശോഭയാണ്, പ്രഭയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. فإنه شمس فاضلهم كواكبها يظهرن أنوارها للناس في الظلم مولاي لم دائما أبدا. ശക്തമായ മഴ കൊണ്ടും അതിശക്തമായിട്ടുള്ള കാലത്തിന്റെ ക്ലൈമറ്റിന്റെ മാറ്റം കൊണ്ടും സദസ്സിലിരിക്കുന്നവർക്കും പുറത്തുള്ളവർക്കും ഒരുപാട് ആളുകൾക്ക് കഠിനമായ പനിയുണ്ട്. കൂട്ടത്തിൽ സംസാരിക്കുന്ന മുതഅല്ലിമും പനിക്കടിമയാണ്. ഏത് രോഗവും ഈ അനുരാഗം തീർക്കുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ഉറക്കെ ചൊല്ലണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിനും പനി ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അള്ളാഹിന്റെ ഹബീബ് ഒരിക്കൽ പനി പിടിച്ച് കിടക്കുകയാണ്, പള്ളിക്ക് വരുന്നില്ല. പനി ഓവറായിട്ട് നടക്കാൻ കഴിയാതെ പള്ളിക്ക് വരാത്തൊരു സമയം ഉണ്ടായി. വഫാത്തിന്റെ ആ സമയമല്ല, അല്ലാതെ ശ്രദ്ധിക്കുന്നവർ പള്ളിയിലൊന്നും ഇപ്പൊ റസൂലുള്ളാഹിനെ കാണാനില്ല. ഭയങ്കര ടെൻഷൻ. ഒരു സെക്കൻഡ് കാണാതെ ഇരുന്നാൽ കുട്ടികൾ കരയും പോലെ കരയും. ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എവിടെയെന്ന് വെച്ചപ്പോ പനി പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ നേരെ പോയി സിദ്ദീഖെന്നവർ മുത്തുനബിയുടെ വീട്ടിലേക്ക്. അപ്പൊ പനി പിടിച്ച് കിടക്കാണ്. സിദ്ദീഖെന്നവർ ആ മേനിയിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ തന്നെ സിദ്ദീഖെന്നവർക്ക് പനിയണ്ട് കയറി. പനിച്ചു കിടക്കുന്ന മുത്തായ മുസ്തഫാനെ കണ്ടപ്പോ ശരീരം വിറക്കുമാറ് പനിച്ചു അബൂബക്കർ സിദ്ദീഖ്. പിന്നെ അള്ളാഹിന്റെ റസൂലിനെ കണ്ടിട്ട് നേരെ പരി പോയിട്ട് സിദ്ദീഖും പാപ്പും കൂടിയിട്ടാണ് കിടന്നു. ഇതാണ് മഹബത്ത്. അള്ളാഹിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി മാറി പള്ളിയിൽ വന്നു. സിദ്ദീഖിനെ കാണാനില്ല റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതേപോലെ വെച്ചു, എന്റെ അബൂബക്കർ സിദ്ദീഖ് ഇവിടെ വെച്ചു. ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹിനെ കണ്ടതേ ഓർമ്മയുള്ളൂ, പിന്നെ ചൂട് പിടിച്ചിട്ട് ശരീരം മറിച്ചിട്ട് പൊരിയെ പോയി കിടക്കുന്നുണ്ട്. എന്താണ് ആ സ്നേഹല്ലേ? സിദ്ദീഖിനൊരു മഴ കൊണ്ടിട്ടൊന്നുമില്ല, ഈ പനി കണ്ടതാണ്. കണ്ടതോടെ പനി കണ്ട് അടിച്ചു കയറി. എന്നാൽ മഹബത്ത് ത്വബഇയ്യ. മുത്തുനബി പള്ളിയിൽ വന്നപ്പോ സിദ്ദീഖിനെ കാണാനില്ല റളിയല്ലാഹു അൻഹു. അപ്പൊ പനിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ കണ്ണ് നിറഞ്ഞു. കാരണം ഈ കണ്ടിട്ടാണ് പനിച്ചെന്ന് മുത്തുനബിക്ക് അറിയാം. എന്നാ പോയൊക്കെ എന്റെ സിദ്ദീഖിനെ കാണാൻ മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖ് വീട്ടിലിങ്ങനെ കിടക്കുക. അള്ളാഹിന്റെ റസൂലിനെ കണ്ടേക്ക് സിദ്ദീഖിനവരുടെ പനി മാറി. അവിടെ പനിയാണെങ്കിൽ ഇവിടെയും പനി, അവിടെ പനി ഇല്ലെങ്കിൽ ഇവിടെയും പനിയില്ല. അതാണ് അബൂബക്കറിന് സിദ്ദീഖ്. അതുകൊണ്ടാണ് വഫാത്തിന് ശേഷം മുത്തായ മുസ്തഫാനെ കേൾക്കുമ്പോഴേക്ക് കൊച്ചുകുട്ടികൾ ഉമ്മാന്റെ കോന്തല് പിടിച്ചുകൊണ്ട് ഉപ്പ മരിച്ചാൽ കരയുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം വഫാത്ത് പറയണ്ട, ചരിത്രം പറയണ്ട, മുഹമ്മദ് എന്ന് കേട്ടാൽ ഒരുപാട് സമയം ഇരുന്ന് പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതന്നെയായിരുന്നു ഉമറുൽ ഫാറൂഖും. ഒരിക്കൽ രണ്ട് മലന്റെ ഇടയിൽ കുറെ ആടുകളായിട്ട് ഇങ്ങനെ ഇരിക്കുക ഖത്താബ്. അപ്പൊ മല ഇങ്ങനെ നോക്കും കാര്യം, മല ഇങ്ങനെ നോക്കും കാര്യം. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി കാര്യമെന്ന് വെച്ചു. ഈ മലമുകളിലൊക്കെ റൗഡിയായി നടന്നിരുന്ന കാലം ഓർമ്മ ഒന്നാണ്.
എന്നെ പിടിച്ചിട്ട് നിങ്ങളെ അമീറാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയത് എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആരും ഇല്ലാത്ത സമയത്ത് റൗദന്റെ അവിടെ പോകും. എന്നിട്ടാണ്ട് കരയാൻ തുടങ്ങും ഉമ്മുൽ ഖത്താബ്. പൊട്ടിയാണ്ട് കരയും. എന്നിട്ട് പറയും, മുത്തുനബിയെ, നിങ്ങൾ ഇന്നെ പിരിഞ്ഞിട്ട് ഖബർ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കരയാതിരിക്കാൻ? നിങ്ങൾ ചവിട്ടി നിന്നിട്ട് ഖുതുബ ഓതിയുന്ന ബുദ്ധിയില്ലാത്ത ജീവല്ലാത്ത ഈത്തപ്പന മടല്, ഉണങ്ങിയ സാധനം, പുതിയ മെമ്പർ കിട്ടിയപ്പോ നിങ്ങളൊന്നും അങ്ങോട്ട് മാറിയപ്പോ കുട്ടികൾ കരയും പോലെ ചേർന്ന് ഞങ്ങൾ കേട്ടല്ലേ. അതിന് ബുദ്ധി ഉണ്ടോ മുത്തുനബിയെ? എന്നിട്ട് നിങ്ങളൊന്ന് മാറിയപ്പോഴേക്ക് വഫാത്തായിട്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടുള്ളൂ, അത് പൊട്ടിക്കരഞ്ഞില്ലേ? ഇതിന് ഞാൻ സാക്ഷിയല്ലേ യാ റസൂലല്ലാഹ്? അങ്ങനെ ആകുമ്പോ ബുദ്ധിയുള്ള റൗഡികളുടെ നേതാവായിരുന്ന എന്നെ ഈ അവസ്ഥയ്ക്ക് മാറ്റി എന്റെ സ്നേഹനിധിയെ നിങ്ങൾ പിരിഞ്ഞിട്ട് കബറ് കിടക്കുമ്പോ ഇത് കണ്ട് എനിക്ക് പൊറുക്കോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം എന്തായിരുന്നു അവരുടെയൊക്കെ മഹബത്തിലെ പ്രിയപ്പെട്ടവർ. നമ്മളെവിടെ കിടക്കുന്നത്? ജീവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കോര്, കരള് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കന്നെ. അല്ല, നമ്മളാരെയും ഫോറിൻ വർത്താനം പറയല്ല. നമ്മളൊക്കെ പ്രസംഗത്ത് പറയലുണ്ട് കരള്. പാട്ടിലൊക്കെ എന്താ കരള് പറിച്ചു തരാം, പറിച്ചു നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. അതാണ്ട് ഊരി വെക്കണം, അപ്പോഴേ അറിയൂ. അതല്ല, അങ്ങോട്ട് പറിച്ചാണ്ട് കൊടുക്കണേ. ഒരു തിരിഞ്ഞോട്ടില്ല. അള്ളാന്റെ റസൂലിന് എന്താ ആവശ്യം? അങ്ങനെ കൊടുക്കന്നെ. ത്വൽഹാർ അള്ളാൻ ഉഹുദിന്റെ രണാങ്കണത്തിൽ റസൂലിനോട് പറയണം, മുത്തനബിയെ തല പൊക്കല്ലിട്ടോ, അമ്പ് വരണുണ്ട്, എന്റെ മൂത്തട്ടിക്കോട്ടെ, തല താത്തി താത്തി. അങ്ങനെ നിങ്ങൾ തല പൊക്കിയ ഈ അമ്പ അവിടെ തട്ടും, അതുകൊണ്ട് എന്റെ മൂക്കമ്മ തട്ടിക്കോട്ടെ, തല താത്തി മുത്തനബി. എന്നിട്ട് രണ്ട് കൈ ബാക്കിട്ടിട്ട് റസൂലുള്ളാഹിനെ താത്തി, എന്നിട്ട് ആ വരുന്ന അമ്പ് തല കൊണ്ട് ഹെഡ് ചെയ്യുക. ഇതായിരുന്നു അസ്ഹാബ് റസൂലില്ലാഹ്. സ്വയം മറന്ന് ലയിക്കും അവര്. ജുനൂദുൽ മഹബ്ബ, പ്രണയ പട്ടാളം അസ്ഹാബ് റസൂലില്ലാഹ്. അയ്യദീനാ ബിഖൗമിൻ ഖാദത്തിൻ വസാദത്തി ഹാജറു വജാഹദു നസറു ലിൽമില്ലത്തി ഹൗലാഇൽ ഖൗമു സഹബുൽ ഹാശിമിൽ മുസ്തഫ أنهم دوما رضاء الله رب العزة لا إله إلا الله. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ പുഴയിലൊന്ന് മുങ്ങിക്കുളിക്കണേ. ഈ മഹബത്തിന്റെ ബഹറിലൊന്ന് നിങ്ങളുടെ ദുനിയാവിന്റെ, എന്റെയും ദുനിയാവിന്റെ അലങ്കാര വസ്ത്രങ്ങളും മാർപാടങ്ങളും ഊരിവെച്ച് മഹബത്തിന്റെ ബഹറിലൊന്ന് മുങ്ങിയാൽ സമാധാനത്തിന്റെ മുത്ത് വാരാമേ, സാന്ത്വനത്തിന്റെ പവിഴം വാരാമേ, പരീക്ഷണത്തിലും പുഞ്ചിരിക്കാമേ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ ഈടടുത്ത് ഈ ഹദീസ് ഒരു ഉസ്താദിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നല്ലാത്ത സന്തോഷം വന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ദുനിയാവിൽ പരീക്ഷണമോ പരാജയമോ പ്രതിസന്ധിയോ വേദനയോ ദുരിതമോ ദുരന്തമോ നേരിട്ടാൽ ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ ഓർത്താൽ മതിയേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ ആൺകുട്ടികൾ മുഴുവനും മരിച്ചു പോവുക, സ്വന്തം പിതാവിന്റെ കയ്യാൽ മറവ് ചെയ്യുക. ആ ഒരു വാപ്പാന്റെ അവസ്ഥയെ ചിന്തിച്ചു നോക്കൂ. പെൺകുട്ടികൾ പലരും മരിച്ചു പോവുക, കുടുംബക്കാരിൽ പലരും മരിച്ചു പോവുക, അനുയായികളിൽ പലരെയും പച്ചക്ക് തകരയിലിട്ട് കത്തിച്ചുകൊണ്ട് കരിച്ചു കളയുക. ഇതൊക്കെ ലൈവായി കാണാൻ, അതാ ഇതൊക്കെ ലൈവായി കാണേണ്ട ഖളാഇന് വിധേയനായിട്ടും പതറാത്ത പാദവുമായി ചിതറാത്ത ചിന്തയുമായി പിന്നെയും നമ്മൾ ഓർത്തുകൊണ്ട് അതിനിടയിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. ആരൊക്കെ ഓർക്കാൻ മുത്തുനബിക്കുണ്ട്? ഭാര്യമാരെ ഓർക്കണ്ടേ? 9 ആളുകൾ ഒപ്പമുണ്ടായില്ലേ? അതിനുമുമ്പ് വഫാത്തായ ഭാര്യമാർ വേറെയുമില്ലേ? പേരക്കുട്ടികളില്ലേ? മക്കളില്ലേ? മരിച്ചുപോയ മക്കളില്ലേ? എന്തെല്ലാം ചാർജാണ്, എന്തെല്ലാം ഉദ്യോഗമാണ്, എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ്, എന്തെല്ലാം ഓർമ്മകളാണ് ആ കുറഞ്ഞ കാലത്തിനിടയിൽ മുത്തുനബിക്ക് പടച്ചവൻ ഏൽപ്പിച്ചു കൊടുത്തത്. എന്നിട്ടും റസൂലുള്ളാഹിന്റെ കാലശേഷം പിന്നീട് ഇക്കാലം വരെയും ഇനിയും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിനെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് ബോധം കെട്ട് വീണ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം മറക്കാൻ പറ്റുമോ? ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് തന്നെ വീണു, ഒരു സംശയം വേണ്ട. ബോധം കെട്ട് വീണു. ഞാൻ അലങ്കാരികമായിട്ട് പറയില്ല, ബോധം കെട്ട് വീണു. നമ്മളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീണു. ഈ നേതാവിനെ മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവര്? നെഞ്ചിലേറ്റണ്ടേ?
അള്ളാഹു കൽബിൽ കുടിയിരുത്തി തെറ്റേ. അതുകൊണ്ടാ പലർക്കും മദീന പോവാഞ്ഞാ പനി വരും, പോയി തിരിച്ചു വന്നാ പനി വരും. അതൊന്നും കൊഞ്ഞനം കാണിച്ചിട്ട് കാര്യമില്ല. പ്രണയത്തിന്റെ മനഃശാസ്ത്രം വായിക്കാതെ താടി നീട്ടി കുലുക്കിയിട്ട് കാര്യമില്ല. എന്ത് ഖുർആനാ ഓതുന്നത്? എടോ, പ്രണയത്തിനൊരു ഒരു ഒരു മനഃശാസ്ത്രം ഉണ്ട്, അത് പഠിക്കുക. അവിടെ ഓരോ മൗലിദിലെ വാക്ക് കൊടുക്കുക, എന്നിട്ട് ഡിക്ഷണറിച്ച് അർത്ഥം വെക്കുക, എന്നിട്ട് തീ തുപ്പിയ പ്രസംഗം നടത്തുക. എന്ന് പറഞ്ഞിട്ട് സമയം കളയല്ല ഇഷ്ടമാണ്. പഠിക്കുക. ആരാ? മുഹമ്മദ് മുസ്തഫ. ഈ ഹബീബിനെ പഠിച്ചോക്ക്. സ്വഹാബാക്കൾ വെറും ഇത്തിബായിന്റെ ആളുകളോ? എന്താ അവരൊക്കെ വികാരം? എന്തായിരുന്നു അവരുടെയൊക്കെ വികാരം? ചെറിയ വികാരാണോ? ഒന്നും ഓർമ്മയില്ല. അതിന്റെ മുമ്പിൽ ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നു. സിദ്ദീഖിന് അവരെ ഓർമ്മയില്ല. അതല്ല വാറത്തവറിന്റെ ഗുഹയിൽ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ലാ തദ്ഖുൽ യാ റസൂലല്ലാഹ് ഹത്താ അദ്ഖുല അന. മുത്തനബിയെ, ആ ഗുഹന്റെ ഇളക്ക് കയറേണ്ട പാമ്പുണ്ടാവും, ഞാൻ കയറിക്കോളാം. അപ്പൊ നിങ്ങൾ പാമ്പ് അടിക്കൂലേ? അതിനോ ഓൽക്ക് ഓർമ്മയില്ല. അവർക്ക് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ നമ്മൾ രണ്ടാളും കടക്കണ്ടെന്ന് പറയാ. പറഞ്ഞ വാക്ക് അർത്ഥം വെച്ചാ പോരാ, തലോണ്ടൊന്ന് ചിന്തിച്ചു നോക്കി. യാ റസൂലല്ലാഹ് ലാ തദ്ഖുൽ, ഗുഹന്റെ ഉള്ളിൽ കയറേണ്ട മുത്തനബി, അവിടെ ഇഴജന്തുക്കൾ, ക്ഷുദ്രജീവികൾ, പാമ്പുകൾ ഉണ്ടാവും, ഞാൻ കയറാം. അപ്പൊ ശ്രദ്ധിക്ക, നിങ്ങൾ പാമ്പ് അടിക്കൂല? ആ, ഞാൻ ഉണ്ടല്ലേ. അവർക്ക് ഓർമ്മയില്ല. ഇതിനുമ്പിൽ എന്താ നമുക്ക് വെച്ചുകൊടുക്കാള്? റബീഉൽ 12 കുറച്ച് മാലയിറ്റൽ മാത്രം മതിയോ? അതതിന്റെ ഭാഗമാണ്. പക്ഷേ അസ്തിത്വത്തിലേക്ക്, മർമ്മത്തിലേക്ക് വരണ്ടേ? നെഞ്ചിൽ കയറണം. നെഞ്ചിന്റെ മൊഞ്ച് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹൃദയം പടക്കണം ഈ പേരിന്റെ മുമ്പിൽ. ഷാഫി ഇമാമിന്റെ മുമ്പിൽ ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ പിന്നെ മണിക്കൂറുകൾ കരച്ചിലാണ്. കരഞ്ഞുകൊണ്ട് അവർ പറയും, എന്റെ കരച്ചിൽ കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട, എന്റെ ഉസ്താദിന്റെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ കളറ് മാറി കരയുന്നതാണ്. അവരെ ഉസ്താദിന്റെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ബോധം കെട്ട് വീഴലാണ്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നു ഇവിടെ. അവർ വെറും ഇത്തിബായിന്റെ ആളുകൾ മാത്രമല്ല, മദീന കണ്ടിട്ട് ഹൃദയം തകർന്ന് വീണ് മരിച്ച ആളെ വലിയ മൈത്തസ്കരിച്ചിട്ടുണ്ട്. മദീന കണ്ടിട്ട് റൗലന്റെ അടുത്ത് കൊന്നുപോലെ പോലെ നമുക്കിപ്പോ ഇങ്ങനെ റൗലന്റെ അടുത്ത് 4 വട്ടം പോയി ഉസ്താദേ, 10 മിനിറ്റ് ഇരുന്ന് ഉസ്താദേ. അല്ല, പോലെ ഇരിക്കലൊക്കെ നല്ല. നാട്ടിൽ നിന്ന് ബുഡൂസ് വിടാനാണെങ്കിൽ പോരുത്. ചിലരെങ്ങനെ 8 ഉംറ ചെയ്തു, ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ കഴിയാണ്ട് പോകണം? ഇത് വിളിച്ചു പറയാണ്. എണ്ണ എടുക്കുക, മണ്ണ ഉണ്ടാവില്ല, എണ്ണ എടുക്കുക. അങ്ങനെ പൈസ എണ്ണനായി ഒക്കെ ഇതായാലും എണ്ണലല്ല ഇപ്പൊ പരിപാടി. 8 ഉംറ 10 ഉംറ മറ്റേ ഗ്രൂപ്പ് പേര് ചെയ്തില്ല, നമ്മൾ ഇത്. എന്നിട്ട് വലിയ കന്നാസിൽ സംസമയറ്റ് ഇങ്ങോട്ട് വരും, തന്നെ മൊട്ടയടിച്ചുകൊണ്ട്. എന്ത് കാര്യം അതുകൊണ്ടല്ലേ? ഉംറ 1 ചെയ്തോ, ആ 1 കൊണ്ട് സ്വർഗത്തിലെത്തും. നീ 10,000 ചെയ്താലും അത് ഇവിടെല്ലാം ചെയ്താണെങ്കിൽ സ്വർഗം കിട്ടൂല. അതുകൊണ്ട് റൗലിയ തന്നെയാണ്. അവിടെ പോയിട്ട് അദബാണ് വേണ്ടത്. ചില ആളുകൾ അടുക്കൂല, ദൂരേന്ന് ഞാനാ നോക്കി കാര്യം പേരും ചേർല്. അപ്പോ ഇയാൾക്ക് അവസരം കിട്ടിയാലോ റൗലയിലിരിക്കൂല. മൽക്കാലി പറഞ്ഞില്ലേ, ഇത് ജിത്തു ത്വയ്ബത റൗമ സൗറത്തി ഖബ്രിഹി ഫഹുനാക കുംതു സുമറയ്യാ നസ്രിഹി ഉമീതു മദ്ഹൂസൻ ലിഗൈബത്തി ഖദ്രിഹി ഹബ്ബൻ വഇൻ കുൻതുൽ മുസീഅ അഫീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കസ്തൂരിയാം ഭൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകാമണിയാം പരിമളം നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുണ്ട് ഞാൻ, മഹബത്തല ബോധം കെട്ടു വീണു ഞാൻ. ഉണ്ടാക്കിയ കവി തന്നെയാണ്. ചില സമയത്ത് മനസ്സിങ്ങനെ പിടിച്ചിക്കലാണ്, എന്നാലും ചില സമയത്ത് പതറും. അതുകൊണ്ടാണ്. അതാണ് ഈ മക്കാം. മർക്കാലി പറയാണ്, ഞാൻ പരമാവധി ആരോഗ്യം വീണ്ടെടുത്ത് മനസ്സൊക്കെ ധൈര്യപ്പെടുത്തി ഇങ്ങനെ പോയി നോക്കി. ആ ഖദറിന്റെ മുമ്പിലെത്തിയപ്പോ ഞാൻ ബോധം കെട്ടു വീണു. അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ മദീനയിലെത്തി. നടന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിലാണ്ട് എത്തിയപ്പോ ഉമർക്കാലി ആരാ? 2 ഉമറിന് പ്രത്യേക ഓർക്കല്. മലബാറിന്റെ ഉമർ ധീരനാണ്. ബ്രിട്ടീഷുകാരൻ പമ്പരം തിരിച്ചാളല്ലേ, നികുതി തരൂലെന്ന് പച്ചക്ക് പറഞ്ഞ ആളല്ലേ, വരട്ടി വിട്ടാളല്ലേ. പക്ഷെ റസൂലുള്ളാഹിന്റെ മദീനത്തിയ ഉമർക്കാലിയും ഇല്ല, നികുതിയും ഇല്ല, ബ്രിട്ടീഷുകാരുടെ മുമ്പിലുള്ള സിംഹമല്ല, പൂച്ച, നെഞ്ഞ പൂച്ച. എന്നിട്ട് അവര് പറയാണ്, മക്കാമിലെത്തിയപ്പോ എന്റെ കാലിന്റെ അടിയാണ്ട് വിറച്ചു, ശരീരാണ്ട് താളം തെറ്റി, ഞാൻ ബോധം കണ്ട് കെട്ടുപോകുന്നു. പിന്നെ ഓൽക്ക് റസൂലുള്ള ഡോറന്നോട് പാട്ട് പാടിയിട്ട് വാതിന്റെ പൂട്ട് പൊട്ടിച്ചാളല്ലേ ഖാദി ഉമർ റഹിമഹുല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മദീനയിലേക്ക് പോകുന്ന കുറെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്.
വെറുതെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കണ്ട, പാവങ്ങൾ കൊടുത്താൽ മതി. പോകുമ്പോലെ പോകാൻ പറ്റില്ല. മദീനയിൽ പോയാൽ ഏറ്റവും പ്രധാനമായത് അദബാണ്. എന്നിട്ട് മതി അമല്. അദബില്ലാത്ത അമല് മദീനയിൽ വേണ്ട. നമ്മളിങ്ങോട്ട് തള്ളി കയറ ഒച്ചമുണ്ടാക്കുക. ചെറിയാണ് റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പ് കൂടി ചെരുപ്പേറ്റ് പോകണം. കണ്ടിട്ടുണ്ട്. ഞാനൊരു 5-8 ചെരുപ്പേറ്റാണ്ട് പോകല. പോയിക്കോട്ടെ എന്നാലും അദബ് പാലിക്കാമല്ലോ. ചെരുപ്പ് പോണ്ടാന്നാണോ വലുത്? ഹബീബിന്റെ മുമ്പ് കൂടി ചെരുപ്പ് കക്ഷത്തിച്ചിട്ട് സലാം അലൈക്കും റസൂലുള്ളാഹ്, എന്നെ മൂത്താപ്പല്ല കിടക്കണേ. എന്താ ഓരോരുത്തർ സലാം പാസാക്കൽ? ചെരുപ്പൊക്കെ കക്ഷത്തിച്ച് കണ്ട് യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ലോകം മുഴുവനും ആദരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ എല്ലാം ഖുർആനാണ്. ഞാൻ അവസാനിപ്പിക്കാണ്. ആ കുത്തുബി പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ് എല്ലാം. ചില ആളുകൾ പറയുന്നുണ്ട് അബസവത്തവല്ല എന്ന സൂറത്തിലൂടെ മുത്തുനബി അള്ളാഹു കർശനമായി തിരുത്തിയെന്ന്. ഇല്ല, അങ്ങനെയാണെങ്കിൽ അബസ്തവത്തവല്ലയിത്താന്നാ പറയണ്ടത്, ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഖുർആനാണ്, അതൊക്കെ ഖുർആൻ. ആരാ അങ്ങനെ ചെയ്യാത്ത? പോക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് പ്രധാനപ്പെട്ട അതിഥികൾ വന്നു. അപ്പൊ നമ്മളെ മോന് അതിന്റെ ഇടയിൽ കൂടി പക്ഷേ മൊബൈലിൽ ഇതെന്താന്ന് വെച്ചാൽ നെറ്റി ചുളിയില്ലേ. അപ്പൊ കുട്ടീനോടുള്ള ദേഷ്യം ആർക്കപ്പം നെറ്റി ചുളിയാത്തത് എന്ന്. നമ്മളെ പരിയിൽ എന്നും നടക്കുന്ന സംഭവമാണ് ഈ നെറ്റി ചുളിയില്. കാരണം എന്താ? നമ്മള് പ്രധാനപ്പെട്ട ചർച്ചയിലായിരിക്കും. അപ്പൊ കാണും പേരക്കുട്ടി എന്നിട്ട് മടിയിൽ നിന്നിട്ട് ആകട്ടെ ഉസറിലൊന്നായിട്ട് ചളിയാണേ കാരം എന്നിട്ട് താടി മുടിച്ചാണ് പക്ഷേ ആരാ പറയാത്ത. അങ്ങനെയും പറഞ്ഞിട്ട് മുത്തനബീന്ന് ഇവരെങ്ങനെ ദീനക്ക് കിട്ടുമെന്ന് തോന്നി. ഇവരങ്ങോട്ട് ഇരുത്തിയാല് അപ്പോഴാണ് അബ്ദുല്ലാഹിന് ഉമ്മ മക്തും കുറച്ച് ദൂരെ നിന്ന് വരാം. മൂപ്പർക്ക് കണ്ണ് കാണൂല. അപ്പൊ മൂപ്പർ ദൂരേന്ന് ഒച്ച ഉണ്ടാക്കും. യാ മുഹമ്മദ് എന്നാ വിളിക്കല്. കാരണം എന്താ? പേര് വിളിക്കരുത് എന്ന് ആയത്തിറങ്ങുന്നതിന് മുമ്പ് മക്കയിൽ സംഭവിച്ചാണ്. ചില ആളുകൾ ഇതൊക്കെ തെറ്റിദ്ധരിക്കലുണ്ട്. ഹദീസിലില്ലേ യാ മുഹമ്മദ് എന്ന് വിളിച്ചത്? ചങ്ങായി അത് വിളിക്കരുതെന്ന് വരുന്നതിന് മുമ്പാണ്. അത് മക്കത്തിറങ്ങിയ ആയത്താ. അപ്പൊ അബസ എന്ന്. അപ്പൊ ഇയാള് ദൂരെന്ന് പറയും യാ മുഹമ്മദ് അള്ള പഠിപ്പിച്ചൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പൊ അള്ളാന്റെ റസൂൽ ഇവരെങ്ങനെ ദീനിക്ക് കണ്ട് വലിച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇയാൾ കണ്ണു കാണാതെ ദൂരെന്ന് ഒച്ചമുണ്ടാക്കി വരുന്നത്. അപ്പൊ സ്വാഭാവികല്ലേ നെറ്റിയൊന്ന് ചുളിയാന്നുള്ളത്. അല്ല അപ്പൊ കാരണം റസൂലുള്ളാഹിക്ക് ഇവരെ നിങ്ങോട്ട് കിട്ടണം, അതിന് ഇയാൾ തടസ്സാവരുത്. പക്ഷേ അള്ളാഹ് ജിബ്രീലിനെ പറഞ്ഞയച്ചു. സത്യത്തിൽ അബ്ദുല്ലാഹിനും മക്തും ഈ നെറ്റി ചുളിഞ്ഞത് കാണൂലല്ലോ. കാരണം അദ്ദേഹം അന്ധനാണല്ലോ. അപ്പൊ അദ്ദേഹം കാണൂല, കണ്ടിട്ട് പ്രയാസം വരൂല. ഇതൊന്നും അള്ളാഹ് നോക്കിയില്ല. കണ്ണുപൊട്ടൻ വന്ന സമയത്ത് നെറ്റി ചുളിച്ച മുത്തുനബിയേ അയാളെ ചേർത്ത് പിടിച്ചാൽ മതിയായിരുന്നു. അമ്മാ മനിസ്തഗ്നാ ഫഅൻതലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ. കുറച്ച് നാട്ടുനടപ്പുള്ള പ്രമാണിമാർ വന്നപ്പോൾ നിങ്ങൾ അവർക്ക് സമയം കൊടുത്തു. ആ പാവം കണ്ണൊട്ടം വന്നപ്പോൾ നിങ്ങൾ മുഖം ചൊളിച്ചും ചെയ്ത്. ഇത് മനോഹരമായ പ്രണയത്തിന്റെ ഒരു കൈമാറ്റം മാത്രമാണ്. നമ്മളാണത് ചെയ്തതെങ്കിൽ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദീനീ ഖിദ്മത്തായിരിക്കും. കാരണം നമ്മൾ കുറച്ച് ആളുകൾ ദഅവത്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇസ്ലാമിക്ക് കണ്ട് അടുപ്പിക്കും. പുറത്തുനിന്ന് നമ്മളെ പോക്കറ്റിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ നെറ്റ് ഫുള്ള് ചുള്ളിയും എങ്കിൽ അത് സ്വർഗത്തിലേക്ക് കടക്കും, നമ്മളായി മാറും. കാരണം എന്താ? നമ്മളെ തിടുക്കാണ് പരങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ ചെയ്ത വലിയ ഹസനത്താണത്. പക്ഷെ മുത്തനബി അള്ളാഹു എല്ലാ കാലത്തേക്കുമുള്ള തിരുത്തി ഇവരെ കൂട്ടുപിടിച്ചിട്ട് ആ പാവത്തെ തട്ടണ്ട. അങ്ങനെ ഒരാളെയും ഈ ഹൗസിക്ക് വലിച്ചുകൊണ്ടിരുന്ന. ഇവിടെ ഹൗസ് ഫുള്ളാണ്, ആവശ്യമുള്ളവർക്ക് അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ പ്രമാണിമാര് പ്രമാണിത്തരം കാണിച്ചിട്ട് അവരെങ്ങനെ ഏറ്റുപിടിച്ചിട്ട് സോപ്പിട്ട് അവർക്ക് വേണ്ടത് ചെയ്തിട്ട് ഇസ്ലാമിലെ ബെഞ്ചിമാരും ഇരുത്തണ്ട. ആ പാവത്തിന് ഇങ്ങനെ വിളിച്ചോ യാ റസൂലല്ലാഹ്. പിന്നെ ഈ മഹാനായ സഹാബിയെ എപ്പ കണ്ടാലും റസൂൽ അങ്ങോട്ട് കരഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കവളത്തുമ്മച്ചിട്ട് വരും. അബ്ദുള്ള, എന്റെ പേരിൽ അള്ളാഹു തആല എനിക്കൊരു ചെറിയ തിരുത്തൽ നടത്തിയില്ല പൊന്നുമോനെ എന്ന് കെട്ടിപ്പിടിക്കും മുഹമ്മദ് മുസ്തഫ. ആനി ബസന്റ് എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബി ഒറിജിനൽ ആണ് എന്നതിന് ഒന്നാമത്തെ തെളിവ് സൂറത്ത് അബസയാണ്. കാരണം അത് എനിക്കായിരുന്നു ഇറങ്ങിയെങ്കിൽ ഞാൻ മറച്ചു വെക്കും. അവരുടെ ഭാഷ കേട്ടോ, അവരുടെ ഭാഷ. കാരണം അത് പരസ്യമായിട്ട് ശാസിക്കുകയാണ്. ദൈവം ശാസിച്ചതുപോലും മുഹമ്മദ് മറച്ചു വെച്ചില്ല. നമ്മളത് പറയില്ല. അവരെ സ്റ്റാൻഡേർഡിൽ അവരങ്ങനെ മനസ്സിലാക്കി, നമ്മളത് പറയില്ല. അപ്പൊ എല്ലാവർക്കും കൃത്യമാണ് ഈ ചരിത്രത്തിന്റെ ഉദ്യാനം. ഇത് ഹൃദയത്തിന്റെ അഭിരുചിയാണ്, മതത്തിന്റെ മധുരമാണ്, ഈമാനിന്റെ ഇടനെഞ്ചാണ്, ഇസ്ലാമിന്റെ അഭിവാഞ്ചയാണ്, ദീനിന്റെ അടിത്തറയാണ്, വിശ്വാസത്തിന്റെ ശ്വാസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാഹിന്റെ റസൂലിലേക്ക് ഹൃദയം കൊണ്ട് യാത്ര ചെയ്ത് റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റി ജീവിതം മുഴുവൻ മുത്തുനബി എന്ന ചിന്തയിൽ അവസാനം സ്വലാത്തും സലാമുകളൊക്കെ ചൊല്ലിയ ബലം കൊണ്ട് ദിക്ർ ഉറക്കെ ചൊല്ലി മദീനയിൽ മരിക്കാൻ അള്ളാഹു അവസരം തെറ്റ്. ദ്വാരുന്നോളെ അതിന് കുഴപ്പമൊന്നുമില്ല, അള്ളാഹു അവസരം തെറ്റ്. ഇനി അഥവാ മദീനയിൽ മരിച്ചില്ലെങ്കിൽ നാട്ടിൽ മരിച്ചു കിടക്കുന്ന കബർ മദീനന്റെ മണമുള്ള കബറാണ്. മതിയല്ലോ, നമുക്കത് മതിയല്ലോ. നമുക്കിപ്പോ ദിർഹം കിട്ടണേ ദ്വാരുന്നിട്ട് കറൻസി കിട്ടുകയാണെങ്കിലും അതിന്റെ എണ്ണത്തിന് കിട്ടിയ ഇതും മതിയല്ലോ. മദീനയിൽ മരിക്കാൻ ദ്വാരക്ക, എവിടെ മരിച്ചാലും ആ കബർ മദീനന്റെ സ്മെല്ലുള്ള കബറായി മാറും, പ്രകാശമുള്ള കബറായി മാറും. അതല്ല മൗലവി പറഞ്ഞത്, ഇന്ന ബൈതന്നതസാകിനുഹു ലൈസ മുഅ്താജൻ ഇലാ സുറൂജി. ഇന്ന ബൈതന്നേത് ഖബറാണ്. അങ്ങനെയും അതിന് സൂഫിയാക്കൾ വിശദീകരിക്കാറുണ്ട്. ഇന്ന ബൈതന്നേത് ഖബറാണ്. അന്താ തങ്ങൾ സാകിനുഹു, ആ ഖബറിന്റെ അകത്ത് വസിച്ചാൽ മുഅ്മിനീങ്ങളെ കാണാൻ വരുമല്ലോ നബിയുനാ റസൂലുള്ളാഹി. അത് പലവട്ടം ഉണ്ടാകുമല്ലോ മുഹമ്മദ് മുസ്തഫ. ജീവിതകാലത്ത് തന്നെ മുത്തായ മുസ്തഫ ഒരു വഴിയിലൂടെ പോയാൽ പിന്നാലെ വരുന്ന മുഴുവൻ ആളുകൾക്കും മണിക്കൂറുകളോളം ആ സ്ഥലത്തിലൂടെ മുത്തു മുസ്തഫ പോയി എന്ന് മനസ്സിലാകുന്നതാണ്. കാരണം റസൂലുള്ള കടന്നുപോയ സ്ഥലത്ത് മണിക്കൂറുകളോളം സുഗന്ധം തളം കെട്ടിയിരുന്നു. അത് റസൂലുള്ള തേച്ച സുഗന്ധമല്ല, വിയർപ്പിന്റെ സുഗന്ധമാണ്, ശരീരത്തിന്റെ സുഗന്ധമാണ്. ആ മുത്തായ മുസ്തഫ പവർ കൂടി ആളുകളുടെ ഭാവനക്കതീതമായ സ്ഥാനത്ത് രാജനായി പ്രഭാമയമായി ഒളി വീശുമ്പോൾ നമ്മുടെ കബറിലേക്ക് ആ പ്രഭാമയമായ മുഖവുമായി ചിരിക്കുന്ന ചുണ്ടുമായി കടന്നു വന്ന് തിരിച്ചുപോയാൽ പിന്നെ കബറിൽ മറ്റൊരു ലൈറ്റ് വേണ്ട, മറ്റൊരു സുഗന്ധം വേണ്ട. പുത്തത്തൂർ കബറിൽ കിടക്കുകയാണെങ്കിലോ, വാണിയന്നൂർ കബറിൽ കിടക്കുകയാണെങ്കിലോ, തിരൂര മഹലിൽ കബർ കിടക്കുകയാണെങ്കിലോ അവിടെ റസൂലുള്ളാഹിന്റെ സ്മെല്ലുണ്ടാകുമേ, ലൈറ്റ് ഉണ്ടാകുമേ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പറഞ്ഞ അങ്ങനെ പറയാം. എനിക്ക് നാദാപുരം ഭാഗത്ത് എത്തണം, അതുകൊണ്ട് നിർത്തുകയാണ്. നല്ല പനി നല്ലതാണ്. പനി എന്തെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ പനിയൊക്കെ വളരെ നല്ലതല്ലേ. അള്ളാഹുവിന്റെ റസൂലിന് പനിയെക്കുറിച്ച് തന്നെ ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ആ പനിയുള്ള എല്ലാവർക്കും അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു തളർന്ന് വീട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ മഹലിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റസൂലുള്ളാഹിന്റെ ഇത്തിബായിൽ ജീവിച്ച് ഇത്തിബായിലായി ചിരിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളൊരാൾക്കും ഭാരമാവുന്ന അപകടത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരും നമുക്കും ഭാരമാകുന്ന അപകടത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മനസ്സിൽ ആരോടും അള്ളാഹു ശത്രുത ഉണ്ടാക്കാതിരിക്കട്ടെ. അള്ളാഹ് പൊരുത്തപ്പെട്ട ഒരാളെ വെറുക്കുന്ന കൽബ് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. നേരെ മറിച്ച് ബിദ്അത്തിന്റെ ആളുകൾ, മോശപ്പെട്ട അങ്ങനൊക്കെ ഉണ്ടാവും യുക്തിവാദികൾ. അതൊക്കെ ദേഷ്യം, അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ ദേഷ്യം ഉണ്ടാവും. അതിനപ്പുറത്ത് നമ്മൾ ഒരാളെയും ശത്രുക്കളാക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞോ കേട്ടു, നീ കബൂലാക്കണേ അല്ലാ. ഇത് ഞങ്ങളിൽ നിന്ന് സ്വർഗം സ്വന്തമാക്കാനുള്ള അമലായി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ, മൗലിദ് പരിപാടിക്ക് ഒരുപാട് ആളുകൾ ദാനം നൽകിയിട്ടുണ്ട്, സംഭാവന സമർപ്പിച്ചിട്ടുണ്ട്. ഇറച്ചിക്ക്, അതുപോലെ തന്നെ അരിക്ക്, സമ്മാനത്തിന്. പല ആളുകളും വീടുകളിൽ നിന്ന് രോഗമായി തളർന്നു കിടക്കുന്നത് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. സൈദിലേജിനോട് പല ആളുകളും അവരിങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ രോഗമായി കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും ശമനം നൽകണേ റബ്ബേ. എത്രയാണ് ഓരോ ആളുകൾ സന്തോഷത്തോട് ആത്മാർത്ഥമായി സഹകരിച്ചതെങ്കിൽ, സഹായിച്ചതെങ്കിൽ, സേവിച്ചതെങ്കിൽ, സ്നേഹിച്ചതെങ്കിൽ അതിന്റെ അളവിന്റെ അപ്പുറം 10 മടങ്ങ് ദുനിയാവിൽ ഹലാലായ സമ്പൽ സമൃദ്ധി കൊണ്ട് അവരെ നീ സന്തോഷിപ്പിക്കണയല്ലോ. അവരെ ഞങ്ങളെ മുത്തായ മുസ്തഫാന്റെ കൂടെ സ്വർഗീയ തറവാട്ടിൽ അൽ ഫിർദൗസുൽ അലയിൽ അവിടുത്തെ ജിവാറിൽ കൊട്ടാരം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. മദീനെ കൊണ്ട് ഇസ്സത്ത് നൽകണേ അല്ലാ. മദീനെ കൊണ്ട് ബറക്കത്ത് നൽകണേ അല്ലാ. മദീനെ കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. മദീനെ കൊണ്ട് റിഫഅത്ത് നൽകണേ അല്ലാ. മദീനെ കൊണ്ട് രോഗങ്ങൾ മാറ്റണേ അല്ലാ. മദീനെ കൊണ്ട് അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മദീനയുടെ ബറക്കത്ത് കൊണ്ട് മുത്തായ മുസ്തഫാന്റെ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം ബറക്കത്ത് കൊണ്ട് പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഈ നാട്ടിൽ കിടക്കുന്നവരുമായ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന മരക്കാർ ഉസ്താദ് അടക്കം, അതുപോലെ ഒരുപാട് ഉസ്മാൻ ഫൈസി ഉസ്താദ് അടക്കം ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ റബ്ബേ. ഈ
നാടിന് നാമധേയം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങൾക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരെ ബർക്കത്ത് കൊണ്ട് കബൂലാക്കണേ അല്ലാ. അവരുടെ മുരീദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ വലിയുള്ള അവർക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനായ ഓക്കെ ഉസ്താദ് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين. الحمد لله رب العالمين.